വളപട്ടണം കവർച്ച തെളിയിക്കാൻ പോലീസ് ഡമ്മി പ്രതിയെ ഉപയോഗിച്ചുള്ള പരീക്ഷണവും നടത്തി. CCTV ദൃശ്യങ്ങളിൽ അവ്യക്തമായി പതിഞ്ഞ കഷണ്ടിത്തലക്കാരനെ കണ്ടെത്താൻ കഷണ്ടിത്തലയുള്ള 100-ലധികം പേരെയാണ് അന്വേഷണ സംഘം നിരീക്ഷിച്ചത്. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ സുപ്രധാന ഏടായി മാറിയിരിക്കുകയാണ് വളപട്ടണം കവർച്ചാ കേസ് അന്വേഷണം. സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഇപ്പോൾ ചേരുന്നത്. സന്തോഷ്, വീണ്ടും കുടയും ചൂടി എത്തുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലടക്കം ക്യൂ നിൽക്കുകയാണ് ഈ അവധിയൊക്കെ ചോദിച്ചുകൊണ്ട്. എന്നും മറുപടി പറയണമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് പോകാം. ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു അന്വേഷണ മികവും ഒപ്പം അന്വേഷണത്തിന്റെ രീതിയും ഈ വളപട്ടണം കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ഡമ്മി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അപൂർവമായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്കൊക്കെയും കടന്നിട്ടുണ്ട് സംസ്ഥാന പോലീസ് സേന. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്? കാവ്യ, അതിനു മുൻപായി ആ കുട്ടികൾ പറഞ്ഞ കാര്യത്തിൽ ഒരു വസ്തുതയുണ്ട്. അതൊരു ന്യായമായ ആവശ്യം എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിശക്തമായ മഴയാണ് കണ്ണൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. കാരണം മഴ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യമാണ്. സമയം ഇത്രയുമായിട്ടും നേരം പുലർന്നതിൻ്റെ ഒരു പ്രതീതി പോലുമില്ല. അത്രയും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കണ്ണൂർ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അധികൃതർ അക്കാര്യം ശ്രദ്ധിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനമായി ഇന്നലെ കേരളം മുഴുവൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു വളപട്ടണം കവർച്ചാ കേസ്. അതായത് കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭവനവേതനമായിരുന്നു വളപട്ടണത്ത് ഉണ്ടായിരുന്നത്. 300 പവനും ഈ 1 കോടി രൂപയും കവർന്ന ആ കേസിൽ പ്രതിയെ ഇന്നലെ വളരെ സമർത്ഥമായിട്ടുള്ള അന്വേഷണത്തോടുകൂടിയാണ് ഇന്നലെ പോലീസ് വലയിലാക്കിയത്. അതിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിൽ ഒരുപക്ഷെ പിന്നീട് തുടർന്ന് മാതൃകയാക്കാൻ കഴിയാവുന്ന നിരവധി തരത്തിലുള്ള പരീക്ഷണങ്ങൾ പോലും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തി എന്നുള്ളതാണ്. കാരണം ഈ അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് എന്ന് പറയാം. ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് എന്നാണ് സാധാരണഗതിയിൽ പോലീസ് അതിനെ പറയാറുള്ളത്. അതായത് ഈ കുറ്റകൃത്യം നടന്ന് ആദ്യ മണിക്കൂറുകൾ, ആ മണിക്കൂറുകളാണ് പ്രതിയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിലാകട്ടെ 5-ാം ദിവസമാണ്, കൃത്യം നടന്ന 5-ാം ദിവസമാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. കാരണം ഈ വീട്ടിൽ അവർ ഉണ്ടായിരുന്നില്ല. മധുരയിൽ പോയി തിരിച്ചെത്തിയത് 5-ാം ദിവസമാണ്. ആ സമയത്താണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. അതുകൊണ്ട് പോലീസിന് പ്രധാനപ്പെട്ട തെളിവ് ശേഖരിക്കേണ്ട സമയമെല്ലാം അപ്പോഴേക്കും അവസാനിച്ചിരുന്നു. പ്രധാനമായും പോലീസ് നായക്ക് മണം പിടിക്കാനുള്ള ഒരു സമയത്തിൻ്റെ ഒരു പരിധിയുണ്ട്, അത് അവസാനിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയാണ് പിന്നീടുള്ള മണിക്കൂറുകളിൽ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ പോലീസിന് ഒരു CCTV ദൃശ്യം അവിടെ നിന്നും ലഭിച്ചു. അത് ഈ ഒരു ലിജീഷ് എന്ന് പറയുന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ മോഷണ പിഴവിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, ലഭിച്ച CCTV ദൃശ്യം തന്നെയാണ്. അതായത് അവിടെയുള്ള CCTVകളെല്ലാം വീട്ടിലേത് മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു വച്ചിരുന്നു ഈ പ്രതി. അതിലൊരു CCTV ഈ മോഷണം നടന്ന റൂമിൻ്റെ ജനലിൻ്റെ ഭാഗത്തേക്കാണ് ആയിരുന്നത്. ഈ പ്രതി അകത്ത് കയറി ഈ ജനലിൻ്റെ കർട്ടൻ ഇടാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ചിത്രം, 10 സെക്കൻഡുള്ള അവ്യക്തമായ ഒരു ചിത്രം അതിൽ പതിയുകയാണ്. അത് മാത്രമായിരുന്നു പോലീസിന് മുന്നിലുണ്ടായിരുന്ന തുമ്പെന്ന് പറയുന്നത്. അതിൽ നിന്ന് ആകെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു കഷണ്ടി തലയുള്ള ആളാണ് ഈ മോഷണം നടത്തിയത്, കവർച്ച നടത്തിയതെന്നാണ്. പിന്നീട് അത് സ്ഥിരീകരിക്കാനായി ഒരു ഡമ്മി പ്രതിയെ, കഷണ്ടിക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പരീക്ഷണം ഉൾപ്പെടെ നടത്തി. അങ്ങനെയാണ് ഈ ഒരു പ്രതിയിലേക്ക് പിന്നീട് 100-ലധികം ആളുകളെ, കഷണ്ടി തലക്കാരെ, പ്രദേശത്തുള്ളവരെ, സംശയമുള്ളവരെ എല്ലാം തന്നെ പോലീസ് നിരീക്ഷിച്ചു. അതിനൊടുവിലാണ് ലിജീഷ് എന്ന് പറയുന്ന തൊട്ടയൽപ്പക്കത്തുള്ള ഈ കവർച്ച നടന്ന അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ മാറി വീടുള്ള ലിജീഷിനെ പോലീസ് പിടികൂടുന്നത്. ഏതായാലും ഈ നിരവധിയായിട്ടുള്ള CCTV, 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഫോൺ രേഖകൾ പരിശോധിച്ചു. കണ്ണൂർ മുതൽ മംഗലാപുരം വരെയുള്ള എല്ലാ സ്ഥലത്തും CCTV പരിശോധിച്ചു. അത്തരത്തിൽ ഈ അന്വേഷണ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടാവുന്ന പോലീസിന്റെ ഒരു അന്വേഷണ മികവാണ് കണ്ണൂരിൽ കണ്ടത്. കാവ്യ. ശരി സന്തോഷ്, താങ്ക് യു. സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം മികവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി മാറുകയായിരുന്നു. ഈ പ്രതിയിലേക്ക് എത്താൻ അവ്യക്തമായ ചില സൂചനകളായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോലീസ് നടത്തിയ ഏറ്റവും സമഗ്രമായ അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷ് നൽകിയത്.